ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടം, തിരുവനന്തപുരം, എൻ്റെ സ്കൂൾ. മലയാളക്കരയിലെ മലങ്കര സുറിയാനി വൈദികരിൽ ആദ്യമായി MA ബിരുദം കരസ്ഥമാക്കിയ മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ അനുഗ്രഹീതമായ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് എന്ന ശുശ്രൂഷയിലാണ് ഈ കലാലയം ആരംഭിക്കുന്നത്. വർഷം പിന്നിട്ട പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആയിരത്തി 1940 സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. അന്ന് 15 മുറികൾ, 7 ക്ലാസ് മുറികൾ, 12 അധ്യാപകർ, 260 വിദ്യാർത്ഥികൾ. ഇന്ന് 10,000-ഓളം കുട്ടികൾ, 300-ഓളം അധ്യാപകർ, ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എൻ്റെ സ്കൂൾ. തിരുവനന്തപുരത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ഭാഗം. ഉന്നത അക്കാദമിക് നിലവാരം, എല്ലാ വർഷവും പൊതുപരീക്ഷകളിൽ മികച്ച റെക്കോർഡ്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി സംസ്ഥാനത്ത് തന്നെ 2ാം സ്ഥാനം. കല, കായികരംഗം, സാംസ്കാരിക രംഗം, ജീവകാരുണ്യ മേഖല എന്നിവയിലെല്ലാം എൻ്റെ സ്കൂൾ മുൻപന്തിയിൽ. സ്കൂളിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു RDC റിപ്പബ്ലിക് ഡേ ക്യാമ്പിന് പോകാൻ പറ്റിയത്. NCCയിലെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു RDC റിപ്പബ്ലിക് ഡേക്കിന് പോകണം. പിന്നെ ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പോയത് റിപ്പബ്ലിക് ഡേക്ക്. പിന്നെ നല്ല ക്യാമ്പായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ആയിരുന്നു. ഞാൻ ഡ്രംസ് ആയിരുന്നു, ഞാൻ കീബോർഡ് ആയിരുന്നു. NCC ആർമി നേവി സ്കൗട്ടും കൂടെയാണ്. NCCD പ്ലറ്റൂണിൻ്റെ പ്രത്യേകത 2K ബറ്റാലിയനിൽ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2000-ഓളം കുട്ടികളിൽ നിന്ന് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് സെന്റ് മേരീസിന് കിട്ടിയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ സർജൻ അനാമിക GS, 1 കേരള ഗേൾസ് ബറ്റാലിയൻ NCC സെന്റ് മേരീസ് HSS പട്ടം ഗേൾസ് ബറ്റാലിയനിലെ സർജൻ്റാണ്. ഞങ്ങളുടെ കേഡറ്റ്സിൽ 100ഓളം കുട്ടികളുണ്ട് ഇവിടെ NCCയിൽ. സീനിയേഴ്സ് ആയിട്ടും ജൂനിയേഴ്സ് ആയിട്ടും 8ലെയും 9ലെയും പഠിക്കുന്ന കേഡറ്റ്സാണ് ഞങ്ങളുടെ കൂട്ടിലുള്ളത്. 100ഓളം കുട്ടികളുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും സ്കൂളിൽ സജീവമായി ഞങ്ങളുടെ NCC ആർമി ഗേൾസ് പങ്കെടുക്കുന്നുണ്ട്. NCCയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ക്യാമ്പിലായാലും TCയിലായാലും RDCയിലായാലും ഞങ്ങളുടെ കേഡറ്റ്സ് മുന്നിൽ തന്നെയാണ്. കഴിഞ്ഞ ക്യാമ്പുകളിൽ തന്നെ RDCയും TCയുമായി ഒരുപാട് കാഡറ്റ്സ് ഞങ്ങളുടെ സ്കൂളിലുണ്ട്. NCC ആർമി ഗേൾസ് JW തന്നെ. ഇതാണ് സെൻറ്റ് മേരീസിൻ്റെ സ്വന്തം സന്നദ്ധ സേന. ഞങ്ങൾ മറ്റുള്ള സേനാംഗങ്ങളെ പോലെ തന്നെ ഡിസിപ്ലിൻ ഡ്യൂട്ടി നോക്കുന്നവരാണ്. ഞങ്ങൾ വൈകുന്നേരത്തെ മെയിനായിട്ട് അച്ചടക്കമാണ് നോക്കുന്നത്. വൈകുന്നേരത്തെ ലൈൻ ഡ്യൂട്ടിയാണ് ഞങ്ങളുടെ മെയിൻ. ലൈൻ ഡ്യൂട്ടി എന്ന് പറയുമ്പം നമുക്കിപ്പം സ്കൂൾ വിടുന്ന സമയത്ത് ചാപ്പൽ മുതൽ അവിടെ സ്കൂളിൻ്റെ ഗേറ്റ് വരെ നമ്മൾ ഇത്ര വോളണ്ടിയേഴ്സിനെ വീതം ഒരു ദിവസം നിർത്തും. അവർ വരുന്ന കുട്ടികളെല്ലാം റോഡ് സൈഡിന് ഇപ്പുറത്തോട്ട് മാറ്റി നടത്തുക. വേറെ അങ്ങനെ പേരൊന്നുമില്ല. ഇപ്പോഴും ഞങ്ങൾ സന്നദ്ധരാണ് പ്രവർത്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്നദ്ധ സേന എന്നുള്ളത്. മാത്രമല്ല നമ്മൾ സ്കൂളിൽ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നിരവധി ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ നമ്മൾ യൂണിറ്റിന് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ ക്യാമ്പസ് വർക്കായിട്ട് സ്കൂൾ വൃത്തിയാക്കുകയും തണലിടം നമ്മൾ പരിപാലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൽ തന്നെ ഞങ്ങൾ വൃക്ഷത്തൈകൾ നട്ടു. അങ്ങനെ
മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ 19ാം നമ്പർ യൂണിറ്റ് സെൻറ്റ് മേരീസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ വിഭാഗങ്ങളിലും 1ാം സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. ജില്ലാതലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം, സംസ്ഥാന തലത്തിൽ 43 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മികച്ച വിജയം കരസ്ഥമാക്കുവാനായിട്ട് സെൻറ്റ് മേരീസ് സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. വിശാലമായ ഞങ്ങളുടെ ലൈബ്രറി മലയാള സാഹിത്യവും ലോക സാഹിത്യവും അക്കാദമിക് പുസ്തകങ്ങളും. UP വിഭാഗം കുട്ടികൾക്ക് വായിക്കാനായി സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാവരും കൂടി ചേർന്ന് 2000-ഓളം പുസ്തകങ്ങൾ കൊടുക്കുകയുണ്ടായി. അവർക്ക് പ്രത്യേകം ഒരു ലൈബ്രറി പീരീഡ് തന്നെയുണ്ട്. അത് അവർ വളരെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ ലൈബ്രറിയിൽ വന്നിരിക്കാറുണ്ട്. നമുക്ക് സ്റ്റഡീസിനായിക്കോട്ടെ അല്ലാതെ എൻ്റർടൈൻമെൻറ്റ്സിനായിക്കോട്ടെ ഒരുപാട് യൂസ്ഫുള്ളാണ് നമുക്ക് ഈ ലൈബ്രറി. ഹയർ സെക്കൻഡറി സെക്ഷനുകൾക്ക് ഉൾപ്പെടെയുള്ള റെഫറൻസ് ബുക്കുകളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് ഇത് ജെയിൻ ഓസ്റ്റിൻ്റെ ഒരു പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ്. ഇതുപോലെ പരിഭാഷപ്പെടുത്തിയ ഒരുപാട് പുസ്തകങ്ങൾ ഇന്ത്യൻ ഭാഷകൾക്ക് പുറമെ വിദേശ ഭാഷകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ഈ ലൈബ്രറിയിൽ ലഭ്യമാണ്. ഏകദേശം 80ഓളം എഴുത്തുകാരുടെ സിഗ്നേച്ചർ ഇട്ട ബുക്സ് ഈ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ഗാന്ധിയൻ ഭരണവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എഴുതിയതും ഗാന്ധിജിയെക്കുറിച്ച് മറ്റ് എഴുത്തുകാർ എഴുതിയതുമായിട്ട് 1000ഓളം പുസ്തകങ്ങൾ നമ്മുടെ ഈ സ്കൂൾ ലൈബ്രറിയിലുണ്ട്. 1000-ഓ 2000-ഓ പുസ്തകങ്ങളല്ല, 65,000-ഓളം പുസ്തകങ്ങളാണ് നമ്മുടെ ഈ വിശാലമായ ലൈബ്രറിയിലുള്ളത്. ഇത് ക്ലാസ് ലൈബ്രറിയാണ്. ഇതുപോലെ എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് ലൈബ്രറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒഴിവ് സമയങ്ങളിൽ കുട്ടികൾ ഇതിൽ നിന്ന് പുസ്തകമെടുത്ത് ക്ലാസ്സിലിരുന്ന് തന്നെ വായിക്കാനുള്ള സജ്ജീകരണമാണിത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പവും പ്രത്യേകവും പരിശീലനം. പട്ട സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100-ലധികം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുണ്ട്. ഇവർ 5ാം സ്റ്റാൻഡേർഡ് മുതൽ 12ാം സ്റ്റാൻഡേർഡ് വരെ ഓരോ ക്ലാസ്സുകളിൽ സാധാരണ കുട്ടികളോടൊപ്പം ഇരുന്നാണ് പഠിക്കുന്നത്. അവർക്ക് പ്രത്യേക അറ്റൻഷൻ നൽകാനായിട്ട് ഒരു സ്പെഷ്യൽ വിങ്ങും ഇവിടെ ഉണ്ട്. ഇവിടെ 2 ടീച്ചർമാർ പ്രവർത്തിക്കുന്നുണ്ട്. അധ്യാപക സമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണ, അവർ നൽകുന്ന വലിയൊരു ത്യാഗപൂർണമായ സമർപ്പണം, ഈ ഏതൊരു കാര്യവും നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴും ക്രമീകരിക്കുമ്പോഴും അധ്യാപകർ ഒന്നടങ്കം ഒറ്റ മനസ്സോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മുമ്പോട്ട് വരുന്നു എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ഒരു രീതി ശൈലിയും അവർ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് മെരുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അവരെ മനസ്സോടുകൂടി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഹയർ സെക്കൻഡറിക്ക് 55 അധ്യാപകരും ഹൈസ്കൂളിന് 172 അധ്യാപകരും UP വിഭാഗത്തിന് 77 അധ്യാപകരുമാണ് ഉള്ളത്. മുകൾ തട്ടിൽ നിന്ന് ചുമതലകളെ വികേന്ദ്രീകരിച്ച് വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യവും അർപ്പണബോധവും ഇവിടെ നിന്ന് ലഭ്യമാകുന്നതുകൊണ്ടും അധ്യാപകർക്ക് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്.
വസ്ത്ര ബാങ്ക് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്നും ഉപയോഗപ്രദമായ യൂണിഫോം നമ്മൾ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത് അത് വൃത്തിയാക്കി ഡ്രൈ വാഷ് ചെയ്ത് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂണിഫോം ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ വിതരണം ചെയ്ത് പ്രയോജനപ്രദമാക്കുന്ന, അതായത് ഉപയോഗപ്രദമാക്കി തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. 29 വീടുകളാണ് ഇതുവരേക്കും നമ്മൾ വെച്ചു കൊടുത്തത്. അതിന് നിരവധി മാനദണ്ഡങ്ങളുണ്ട്. സ്വന്തമായി വസ്തുവുള്ള, അല്പം പോലും താമസ യോഗ്യമല്ലാത്ത വീടുകളുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ ഭവന പദ്ധതിയുടെ ഉപയോഗം ലഭിക്കുക. ചങ്ങാതിക്ക് ഒരു കൈത്താങ്ങ്. നമ്മുടെ വിദ്യാർത്ഥികളിൽ രോഗം ബാധിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലേക്കുള്ള തുക കണ്ടെത്തുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അവർക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങൾക്ക് മറ്റ് പരിപാടികൾ കിട്ടുന്ന ഈ തുക ക്ലാസ്സിലെ ക്ലാസ് ടീച്ചേഴ്സും ലീഡേഴ്സുമായിട്ട് നൽകി അത് സ്കൂളിലെത്തിക്കുകയും അതുവഴി ഈ രോഗം ബാധിക്കുന്ന കുട്ടികളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ചങ്ങാതിക്കൊരു കൈത്താങ്ങ് എന്ന് പറയുന്ന പദ്ധതി. ഇത് നമ്മൾ സെൻറ് മേരീസ് സ്കൂളിൻ്റെ തണലിടം. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലാസ് റൂമിലെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഈ അടച്ചിട്ടൊരു അന്തരീക്ഷം, അതൊക്കെ മറികടന്ന് നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഫ്രീ ടൈമിൽ നമ്മൾ വരുന്നൊരു സ്ഥലമാണ് ഈ തണലിടം. മിക്ക സ്കൂളുകളിൽ ഇതങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ ഈ ഗേൾസ്, ഇവിടെ നമ്മുടെ സ്കൂൾ കോ എഡ്യൂക്കേഷൻ അല്ലേ, അപ്പോൾ ഈ എല്ലായിടത്തും ഒരു ബോയ്സിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണും. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഗേൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രൈവസി ഉണ്ട്, നമുക്ക് പലതും നമുക്ക് സംസാരിക്കാനുണ്ട്, പല ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് നമുക്കിവിടെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് തന്നതിന് നമ്മൾ പ്രിൻസിപ്പളിനോട് വളരെയധികം താങ്ക്ഫുൾ ആണ്, ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമുക്കിവിടെ ഉണ്ടാക്കി തന്നതിന്. കൊച്ചുനാൾ മുതൽ തന്നെ ഞാൻ വായനാശീലം വളർത്തിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ സ്കൂളിൽ എപ്പോഴും ഞാൻ നേരത്തെ വരാൻ തന്നെ ശ്രമിക്കും. ഒരു 8:15 ആകുമ്പോൾ തന്നെ എൻ്റെ തണലെടുത്ത് വന്ന്, നമ്മുടെ സെൻറ് മേരീസ് ഒരുക്കിയ തണലെടുത്ത് വന്നിരുന്ന് നമ്മുടെ കൊച്ചു ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ബുക്ക് വായിക്കും. സിവിൽ സർവീസ് തലത്തിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സക്സ എന്ന ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നത്. എന്ന ഗ്യാസിന്റെ ലിവിംഗ് ഓർഗാനിസംസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ഇന്ന് വരെ നമുക്ക് സയന്റിഫിക് പ്രൂഫ് ഉള്ള ഗ്യാസിന്റെ പ്രസൻസ് ഒരു എക്സോ പ്ലാനറ്റിൽ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സക്സ സെൻറ് മേരീസ് അഷീതി സിവിൽ സർവീസ് അക്കാഡമി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഷീതി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് സക്സ ആരംഭിച്ചത്. 2018 സക്സ ക്ലാസ്സുകൾ ആരംഭിച്ചു. എല്ലാ ആഴ്ചയും 1 മണിക്കൂർ വീതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പഠനത്തോട് താല്പര്യമുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ സ്കൂൾ എടുക്കുന്നതാണ്. പ്രതിഭാശാലികളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സ്കൂൾ അധ്യയന സമയത്തിന് ശേഷം ക്ലാസ്സുകൾ നടത്തുകയും അതിലവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ജീവിത ലക്ഷ്യത്തിലെത്തിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. സ്കൂളിലെ പരിപാടികളെല്ലാം നമ്മൾ നല്ല സന്തോഷമായിട്ട് ഇറങ്ങാറുണ്ട്. പിന്നെ കോവിഡിന് മുമ്പ് വരെ നമ്മളെല്ലാ സ്റ്റേറ്റ് പരിപാടിക്ക് എല്ലാത്തിനും പോയി മത്സരത്തിന് കപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ചെത്തിയത്. സന്തോഷമായിട്ടാണ് തിരിച്ചു വന്നത്. പിന്നെ അടുത്ത യൂത്ത് ഫെസ്റ്റിവലിന് നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാക്ടീസാണിപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ നടത്തുന്നത്.
നമുക്കിവിടെ 38 പരം വാഴകൾ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. അത് എല്ലാം നോക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്. ഇവിടെ എക്കോ ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബാണ് കൂടുതൽ ഇവിടെ മുൻകൂട്ടി വന്ന് നിൽക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഇവിടെ എല്ലാ വാഴകളെയും നമ്മൾ നോക്കാനും പരിപാലിക്കാനും നമ്മുടെ കുട്ടികൾ തന്നെയാണ് വരുന്നത്. 75 പരം പലതരത്തിലുള്ള പ്ലാവുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാ ദിവസവും കുട്ടികൾ വന്ന് അതിനെ പരിപാലിക്കുകയും അതിന് വേണ്ട വളങ്ങളും വെള്ളവും എല്ലാം നൽകി അതിനെ പരിപാലിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന എല്ലാ കൊലകളും നമ്മുടെ ഈ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന കുറച്ച് കൊലകളെല്ലാം നമ്മുടെ ഇവിടുത്തെ അടുത്ത അനാഥാലയങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രധാന ഇൻസിനറേറ്റേഴ്സാണ് ഈ സ്കൂളിലുള്ളത്. പ്ലാസ്റ്റിക് ഒഴികെയുള്ള എല്ലാ മാലിന്യങ്ങളും ഇവിടെ കത്തിച്ചാണ് ചാരമാക്കുന്നത്. വർഷത്തിൻ്റെ അവസാനം ഈ ചാരം കൃഷിയിടങ്ങളിൽ വളമായിട്ട് ഉപയോഗിക്കുന്നു. രണ്ട് മാസം കൂടുമ്പോൾ നമ്മുടെ ഈ സോളാർ പാനലിൽ നമ്മൾ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇതിലൂടെ കിട്ടുന്ന നമുക്ക് ഇലക്ട്രിസിറ്റി നമ്മുടെ ലാബുകളിലേക്കും ക്ലാസ് റൂമുകളിലേക്കാണ് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് എക്സസ് ആയിട്ട് വരുന്ന ഇപ്പം ഹോളിഡേ വരുമ്പോൾ നമുക്ക് എക്സസ് ആയിട്ട് കിട്ടുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ ഇവിടെയുള്ള RCSിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. മഴത്തുള്ളികൾ തുളുമ്പും നേരം മാനത്തൂന്നൊരോലി കേൾക്കും നേരം മഴത്തുള്ളികൾ തുളുമ്പും നേരം മാനത്തൂന്നൊരോലി കേൾക്കും നേരം മഴ തോർന്നങ്ങനേഴുമാ മഴവെല്ല് നീലാകാശത്തങ്ങനെ വർണ്ണം വിരിച്ച 7 നിറങ്ങൾ. ഇപ്പോൾ ഞാൻ പാടിയ കവിത എൻ്റെ സ്വന്തം കവിതയാണ്. ഇത് എൻ്റെ സ്വന്തം പുസ്തകമാണ്. എൻ്റെ ഇപ്പോൾ പാടിയ കവിതയുടെ അതേ പേര് തന്നെയാണ് ഈ പുസ്തകത്തിനും, അഞ്ചിതമാമി വർഷം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം സെൻറ്റ് മേരീസ് സ്കൂളിലെ SMS പബ്ലിക്കേഷൻസ് ആണ്. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചതുപോലെ കുറേ കുട്ടികളുടെ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ എഴുത്തുകാരുണ്ട്. അവരുടെ പുസ്തകങ്ങൾ നമ്മൾ ഇവിടെ ഒരു സെക്ഷനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കാണുന്നത് തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമാണ്. ഞങ്ങൾക്കും ഇത് കഴിയും എന്ന് ഒരു തോന്നലുണ്ടാവാൻ, കൂടുതൽ വായിക്കാനും എഴുത്തിലേക്ക് തിരിയാനും ഒക്കെ കുഞ്ഞുങ്ങൾക്കൊരു പ്രചോദനം കിട്ടുന്നതിന് ആ ഒരു സെക്ഷൻ സഹായിക്കും. SM ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. 2024-25 അധ്യയന വർഷത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ആൻഡ്രിയ. SSLC+2 പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. സെൻറ്റ് മേരീസിന് റെക്കോർഡ് വിജയം. ഇങ്ങനെയാണ് നമ്മുടെ സ്കൂളിലെ ന്യൂസ് ചാനൽ. നമ്മുടെ സ്കൂളിലെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ന്യൂസ് ചാനലാണ് SM ന്യൂസ്. നമ്മുടെ സ്കൂളിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും മറ്റ് ഇവൻസും എല്ലാം നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. ഈ ന്യൂസ് നമ്മളാണെങ്കിൽ ഇതാ യൂട്യൂബ്, നമ്മുടെ സ്കൂളിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബ് ചാനലിലോട്ടാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. കാണുന്നത് നമ്മുടെ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും അത് കാണാറുണ്ട്. നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരു ഓൾമോസ്റ്റ് ഞങ്ങൾ ഹയർ സെക്കൻഡറി ആയിട്ടൊരു 10-15 പേരുണ്ട്. അതോടൊപ്പം ഹൈസ്കൂളും UP ആയിട്ട് ഒട്ടനവധി പേരുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടി RJമാർ എല്ലാം കൂടി അവരുടെ മികവ് തെളിയിക്കാനായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു റേഡിയോ പ്രോഗ്രാമാണ് ഞങ്ങളുടെ സെൻറ്റ് മേരീസിൻ്റെ 40.16 SM വോയിസ് എന്ന് പറയുന്നത്. അതിൽ മികവ് തെളിയിച്ച കുട്ടി RJമാരുടെ ഒരു കൂട്ടമാണുള്ളത്. ഞങ്ങൾ അതിനകത്ത് 2 RJs, ഒരു RJ ടോക്ക് കാണും ഒരു എപ്പിസോഡിൽ. അതുപോലെ തന്നെ പാട്ട്, ന്യൂസ്, തോട്ട്, അതുപോലത്തുള്ള വിവിധ സെഗ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസ്, അതുപോലെ സ്കൂളിലെ തന്നെ പ്രതിഭകളുടെ ഇൻ്റർവ്യൂസ് എന്നിവയെല്ലാം ഞങ്ങൾ ചേർത്തിട്ട് ഓരോ മാസവും ഞങ്ങൾ സെഗ്മെൻ്റായിട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ ഒരു സെഗ്മെൻറ്റ് റെഡിയായി കഴിഞ്ഞാൽ
ഉച്ചയ്ക്ക് നമ്മളുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള PA സിസ്റ്റം വഴി എല്ലാ ക്ലാസ്സിലേക്കും ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ലൈവായിട്ട് ചെയ്യുന്ന അവസരങ്ങളും ഉണ്ട്. ഇപ്പം ക്രിസ്മസ് സ്പെഷ്യൽ ആണെങ്കിൽ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്, ഓണമാണെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ എപ്പിസോഡ്സും ഞങ്ങൾ ചെയ്യാറുണ്ട്. വോയിസ് ഒക്കെ എടുക്കുന്നത് സ്റ്റുഡൻസ് തന്നെ മൊബൈൽ ഫോൺസ് വഴി റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യുകയും ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോട് തന്നെ ഞങ്ങൾ അതെല്ലാം കൂടി മെർജ് ചെയ്ത് സ്റ്റുഡൻസ് തന്നെ അത് എഡിറ്റ് ചെയ്ത് മെർജ് ചെയ്ത് ഒരു സെഗ്മെൻ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ തിയേറ്ററാണിത്. ഞങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സിനിമകളും മറ്റ് വീഡിയോസും എല്ലാം ടീച്ചർമാർ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ ഞങ്ങളിവിടെ വരാറുണ്ട്. ഇങ്ങനെ കൂടുതൽ അറിവ് ലഭിക്കുന്നുണ്ട് ഞങ്ങൾക്കിത് ഈ തിയേറ്ററിലൂടെ. നമ്മുടെ മ്യൂസിയത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് രേഖകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന കണ്ണട. 1925 മാർച്ച് 8 മുതൽ 19 വരെയുള്ള 12 ദിവസം കേരളത്തിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ അതിലൊരു ദിവസം അദ്ദേഹത്തിൻ്റെ കണ്ണട നഷ്ടപ്പെട്ടു. അന്ന് അദ്ദേഹം പകരം ഉപയോഗിച്ച കണ്ണടയാണിത്. ഇതിപ്പോൾ നമ്മുടെ മ്യൂസിയത്തിനാണുള്ളത്. നമ്മുടെ സ്കൂളിൻ്റെ അശീതി വർഷം, അതായത് 80ാം ജൂബിലി വർഷം, അതിൻ്റെ ഭാഗമായി നമ്മൾ 80 സാഹിത്യകാരുടെ വീട്ടിൽ പോയി അവരുടെ കയ്യൊപ്പ് ശേഖരിച്ച് നമ്മുടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഇതിൽ ടി പത്മനാഭൻ്റെയും എം മുകുന്ദൻ്റെയും വരെ കയ്യൊപ്പുണ്ട്. മെയിനായിട്ട് നമുക്കിവിടെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ബാസ്ക്കറ്റ് ബോൾ അങ്ങനെ തുടങ്ങിയ എല്ലാ മേജർ ഗെയിംസും. നമ്മുടെ സ്കൂൾ ഗെയിംസിനുള്ള എല്ലാ ഗെയിംസിനും ഇവിടെ നമ്മൾ ടീം ഇറക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ഉള്ളത് ക്രിക്കറ്റിനാണ്. ക്രിക്കറ്റിന് എല്ലാ വർഷവും നമ്മുടെ കേരള ടീമിലേക്ക് അണ്ടർ 40, അണ്ടർ 17, അണ്ടർ 19 പ്ലേയേഴ്സ് പോകുന്നുണ്ട്. കൂടാതെ റൈഫി ഗോമസ് IPL മുഖം, പിന്നെ കുറേ രഞ്ജി കളിച്ച പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാം ഈ സ്കൂളിൽ നിന്ന് സംഭാവന ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് നമ്മളിപ്പോൾ ഹോക്കി പ്രാക്ടീസും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ടീമും ഹാൻഡ്ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്ക്കറ്റ് ബോൾ, കരാട്ടെ, ബാഡ്മിൻ്റൺ തുടങ്ങിയ എല്ലാ ഗെയിംസിനും നമുക്കിവിടെ മികച്ച പരിശീലനമാണ് കൊടുക്കുന്നത്. എല്ലാ ടീമുകളെയും നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാറുണ്ട്. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. സന്തോഷത്തോടെ പറയട്ടെ, സംതൃപ്തിയോടുകൂടി ദൈവത്തെ ഓർത്തുകൊണ്ട് പറയട്ടെ, രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ, മത തീവ്രവാദത്തിൻ്റെ പേരിൽ ഈ നിമിഷം വരെയും ഈ കലാലയത്തിൽ ഒരു അസ്വസ്ഥതയോ ഒരു സംഘർഷമോ താഴെ തട്ടിൽ പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം. അത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അവരുടെ മാതാപിതാക്കളുടെയും കാലാകാലങ്ങളിൽ നമ്മുടെ ദേശം ഭരിച്ചിട്ടുള്ള സർക്കാരുകളുടെയും മാനേജ്മെൻറ്റിൻ്റെ ഒരു ശക്തമായ നിലപാടിൻ്റെയും ഒക്കെ വെളിച്ചത്തിലാണ് ഈ ഒരു അത്ഭുതകരമായ ഒരു ദർശനത്തിൽ, ഒരു സമർപ്പണത്തിൽ അത് മുന്നേറുന്നത്.
നമ്മുടെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏറ്റവും പ്രത്യേകമായുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് പാഥേയം പദ്ധതിയാണ്. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളിലെ കുട്ടികളിൽ നിന്ന് പൊതിച്ചോറ് കളക്ട് ചെയ്തിട്ട് മെഡിക്കൽ കോളേജിൽ RCCയിൽ കൊണ്ടത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള രോഗികൾക്കും അവരുടെ കൂട്ടുരിപ്പുകാർക്കും ഒക്കെ അത് വളരെയധികം ഉപകാരപ്രദമാണ്. എല്ലാവരും സന്തോഷപൂർവ്വം അത് ഏറ്റുവാങ്ങുകയും വളരെ നല്ല പോസിറ്റീവ് റിപ്ലൈ ആണ് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത്. സെൻറ്റ് മേരീസ് എന്ന കലാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദർശനത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഈ സഭയുടെ മുഴുവൻ ഒരു വിദ്യാഭ്യാസ ദർശനം. മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഓട്ടോണമസ് കോളേജുകൾ, ലോ കോളേജ് തുടങ്ങി MCA MBA കോളേജുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ചെറുതിരി കത്തിച്ചത് ഈ സെൻറ്റ് മേരീസ് എന്ന ഈ വിദ്യാലയത്തിലാണ് എന്നത് നമ്മുടെ ഈ സംഭാഷണത്തിനും ഈ കലാലയത്തെക്കുറിച്ചുള്ള ഓർമ്മയ്ക്കും കൂടുതൽ ചൈതന്യവും വെട്ടവും പകരുന്നു. പറഞ്ഞാൽ തീരാത്തത്ര വലുതും മഹത്തരവുമാണ് ഞങ്ങളുടെ സ്കൂൾ. ഈ നാടിന്റെ വിളക്കാണ് പട്ടം സെന്റ് മേരീസ് എന്ന ഞങ്ങളുടെ മഹാവിദ്യാലയം. എന്റെ സ്കൂൾ, എന്റെ അഭിമാനം.